ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ എടുത്ത് കളയുന്ന ഒരു പച്ചക്കറിയിലെ ഒരു ഐറ്റം വെച്ചിട്ട് ഞാനൊരു പ്രത്യേക രീതിയിലൊന്നൊരു റെസിപ്പി തയ്യാറാക്കി നോക്കി. അതിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. സാധാരണ അത് കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുത്താലും വേണ്ട, മെഴുക്ക് വരട്ടി കൊടുത്താലും വേണ്ട. പക്ഷെ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പം ഇവിടെ മോനും ഇഷ്ടമായി. നമുക്ക് ചപ്പാത്തിയുടെ കൂടോ ദോശയുടെ കൂടോ ചോറിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിലും കഴിക്കാം. അച്ചാറെന്നോ അല്ലെങ്കിൽ ഒരു കറിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. 2 ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെച്ചേക്കാം. പിന്നെ അത് ഫ്രിഡ്ജിനകത്താക്കിയിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും എടുക്കാം. ഭയങ്കര ചൂടാണ് ഇവിടെ. ഞാൻ ഫാൻ ഇട്ടില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കത്തില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ? സോറി, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. എൻ്റെ പേര് രേഷ്മ. ഞാനിതിനകത്ത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടും കൊച്ചു കൊച്ചു പാചക രീതികളൊക്കെയാണ് ഞാൻ ഇതിലിടുന്നത്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതിനകത്തിലൊന്ന് ഞെക്കുമ്പോൾ കാണാം ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അതെല്ലാം നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞില്ല, നമ്മുടെ വഴുതനങ്ങ എങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാനിങ്ങനെയാണ് അരിഞ്ഞിരിക്കുന്നത്. അവിയലിൻ്റെ രീതി വേണമെങ്കിൽ അരിയാം. പിന്നെ നമുക്ക് തക്കാളി വേണം. ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ സവോള, പിന്നെ എരിക്കായിട്ട് ഞാനിവിടെ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എരി എത്ര കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് തക്കാളിയും സവോളയും കൂടെ നമുക്ക് അരയ്ക്കുന്നതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല വെണ്ണ പരുവത്തിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ചട്ടിയിലേക്ക് തന്നെ കടുകിട്ട് പൊട്ടിച്ച് പച്ചമുളകും ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ, സവോളയും തക്കാളിയും കൂടെ, അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ പാകത്തിന് ഉപ്പും ഇട്ടിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. അടച്ച് വെച്ച് വെന്ത് വരുമ്പോൾ നല്ലൊരു കുഴമ്പ് പരുവമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലേക്ക് മാറ്റാം. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. 2 ദിവസമൊക്കെ വെളിയിൽ വെക്കാം. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.